ഞങ്ങളെടുത്ത് പോയ കടവത്തൂർന്നല്ലേ? നബീസല്ലേ പേര്? നിങ്ങളെ ബാപ്പാന്റെ പേര് അഹമ്മദല്ലേ? നിങ്ങളെ ഭർത്താവ് കുറെ ഗൾഫിലായിരുന്നില്ലേ? നിങ്ങൾക്ക് ഇപ്പൊ സുഖല്ലല്ലേ? അവിടെ പോയി ഇവിടെ പോയിട്ട് മാറിയില്ലല്ലേ? ഇതങ്ങൾ കേൾക്കുമ്പോൾ ഞെട്ടി. ഇയാള് ദിവ്യം തന്നെ കേട്ടോ. എന്താ സംഗതി? ഇയാളുടെ കരീൻ ഇപ്പൊ എന്റെ കരീനിന്റെ ജീവിതത്തിലെ കാര്യങ്ങളൊക്കെ അറിയാം. തങ്ങളെ കരീനും എന്റെ കരീനായിട്ട് ബന്ധപ്പെടാം. അതിനെങ്ങനെ സാധിക്കാന്നാ സുല്ലമി ചോദിക്കണേ. ഞമ്മക്ക് അതിന്റെ പണിയല്ല. അവനോട് ചോദിച്ചു നോക്കി എങ്ങനെ സാധിക്കാന്ന്. ജിന്ന് പൂജകന്മാരോട് പോയി ചോദിച്ചു നോക്കി. എന്നിട്ട് കരീനും തമ്മിൽ ബന്ധപ്പെട്ടിട്ടാണ് എന്റെ കഴിഞ്ഞ കാലത്തെ കാര്യമൊക്കെ പറഞ്ഞത്. അതിന് കേട്ടിനോട് കൂടി ഇയാൾ ഭാവി അറിയുന്ന ആളാന്ന് ഞാനങ്ങ് വിശ്വസിച്ച് ഇയാൾ പറഞ്ഞൊക്കെ പിന്നെ അടിമകനെ പോലെ കേൾക്കുകയാണ്. ഇതാണ് ഇപ്പൊ അന്ധവിശ്വാസങ്ങളുടെ ഉള്ളറകൾ തേടി ആളുകൾ പഠിച്ചതാണിത്. കേട്ടില്ല, നമ്മൾ വിശദീകരിച്ചു. ഒരാൾ എന്താല് ഇന്ന സ്ഥലത്തു നിന്നല്ലേ എന്ന് ചോദിക്കുന്നതിന് കരീന്റെ സഹായം വേണോ? കെ സക്കരിയ സലാ ഈ നാട്ടിലെത്തി. അപ്പൊ വിവരമുള്ള ആളുകൾ ചോദിക്കും, കെ സക്കരിയല്ലേ, കുമ്പളക്കുയ്യൻ സക്കരിയല്ലേ? ഇപ്പൊ കടവത്തൂരാണില്ലേ താമസിക്കണേ, എടത്തനാട്ടുകരയാണില്ലേ വീട്, അവിടെ ദഴവത്തിന് കിട്ടിയ ഫണ്ട് കൊണ്ട് സ്വന്തം പേരിൽ സ്ഥലമൊക്കെ വാങ്ങി അവിടെ ബിൽഡിംഗ് ഒക്കെ ഉണ്ടാക്കിയണില്ലേ? എന്നിട്ട് കേനം നിങ്ങളോട് വിശദീകരണം ചോദിച്ചിട്ടില്ലായിരുന്നു? അതിന് നിങ്ങൾ മറുപടി കൊടുത്തു അത് ശരിയായിട്ടില്ലല്ലേ എന്നൊക്കെ ആൾക്കാർ ചോദിച്ചാൽ ഈ വിവരമായിരുന്നല്ലോ ചോദിക്കൂലേ? അതിന് കരീനിന്റെ വേണോ? ദഴവത്തിന് കിട്ടിയ പണേ മൂപ്പര് സ്വന്തം പേരിൽ ബിൽഡിംഗ് എടുക്കാൻ ഉപയോഗപ്പെടുത്തി. ആലോചിച്ച് നോക്കിയാട്ടെ, ഭയങ്കര ആദർശ. എന്താ ഒരു ആദർശം അറിയാം നിങ്ങൾ? UAE പോയി പള്ളിപ്പിരിവിന് പോയി, തലശ്ശേരിയിലെ പള്ളി കമ്മിറ്റിക്ക് വേണ്ടി പോയപ്പോഴെന്ത് ചെയ്തു? ഒരു ഷെയ്ഖ് ഇദ്ദേഹത്തോട് ചോദിച്ചു അത്രേ, ദഴവത്ത് രംഗത്ത് അഥവാ ഇദ്ദേഹത്തെ പരിചയപ്പെടുത്തിയ ഒരു മലയാളിയോട് ചോദിച്ചു എന്നാ, ദഴവത്ത് രംഗത്ത് ഇദ്ദേഹത്തിന് എന്താ സപ്പോർട്ട് വേണ്ടത്? അങ്ങനെ ഷെയ്ഖ് എന്ത് ചെയ്തു? കുറച്ച് പൈസയൊക്കെ കൊടുത്തു, കാശൊക്കെ കൊടുത്ത് സക്കരിയ സലായി എന്താ ചെയ്തത് അറിയാം നിങ്ങൾ? ദഴവത്ത് രംഗത്ത് സപ്പോർട്ടിന് ഒരു ലൈബ്രറി സ്ഥാപിക്കാമെന്ന് ഉദ്ദേശിച്ചു. എന്താ ലൈബ്രറി സ്ഥാപിക്കാൻ സ്ഥലം വേണ്ടേ? അപ്പൊ മൂപ്പർക്ക് കുറച്ച് സ്ഥലമുണ്ട് കടവത്തൂര്, ഒരു വീടുണ്ട്, അതിന്റെ തൊട്ടടുത്ത് കുറച്ച് സ്ഥലം കൂടി ഉണ്ട്. അപ്പൊ മൂപ്പർ ആ സ്ഥലം തന്നെ കച്ചവടാക്കി. അപ്പൊ വില നിശ്ചയിച്ചതാരാ? സക്കരിയ. വാങ്ങുന്നതാരാ? സക്കരിയ. വിൽക്കുന്നതാരാ? സക്കരിയ. പണ്ട് നമ്മൾ കേട്ടിട്ടില്ലേ, അരി ഇടിച്ചതാരാ? കോഴിയമ്മ. അപ്പം ചുട്ടതാരാ? കോഴിയമ്മ. ഈ കോലത്തിലാ എങ്കിൽ കോഴിയമ്മ തന്നെ അപ്പം തിന്നുകൊള്ളാം. ഈ അവസ്ഥയിലാ സക്കരിയ സ്വന്തം സ്ഥലം സ്വന്തം വില നിശ്ചയിച്ച് വിറ്റിട്ട് സക്കരിയ അത് വാങ്ങി. എന്നിട്ടോ അതില് മക്തബെടുത്തു, വലിയ ലൈബ്രറിയാണ്. എന്നിട്ടോ ഈ ജിന്നും ശൈത്താനും ഈ സിഹറും ഈ അന്ധവിശ്വാസം പ്രചരിപ്പിക്കാൻ വേണ്ടി അവിടെ ദൗറ നടത്താൻ തുടങ്ങി. മാത്രമല്ല ആ ബിൽഡിങ്ങിന്റെ മുകളിലാണ് ഭാര്യയും മക്കളും താമസിക്കുന്നത്. നിങ്ങൾ ആലോചിക്കണം, ദഴവത്തിനിട്ടിയ ഫണ്ടുണ്ട്. അപ്പൊ കേനം വിശദീകരണം ചോദിച്ചു. കേനം വിശദീകരണം ചോദിച്ചപ്പോൾ അദ്ദേഹം കൊടുത്ത കത്താണ്, ആ ക്ലിപ്പുണ്ടോ? ദഴവത്തിനിട്ടിയ ഫണ്ടാണ്. അപ്പൊ നമ്മളിത് ചില സ്ഥലത്തൊക്കെ വിശദീകരിച്ചു. അങ്ങനെ കുവൈത്തിൽ നിന്ന് ഇയാൾ മുബാഹലൊക്കെ നമ്മളെ വെല്ലുവിളിക്കുക. നമ്മൾ പറഞ്ഞു മുസ്ലിങ്ങളെ മുബാഹലക്ക് വെല്ലുവിളിക്കാറില്ല. ഏതായാലും ഞങ്ങൾ മുസ്ലിങ്ങളാണ്, അതുകൊണ്ട് സക്കരിയന്റെ മുബാഹലക്കുള്ള വെല്ലുവിളി ഞങ്ങൾ സ്വീകരിക്കുന്നു. 5-8 മാസം കഴിഞ്ഞു, ഇന്നേ വരെ മറുപടി എന്നിട്ടില്ല. അതിന് ശേഷം കടവത്തൂർ പോയി ഞങ്ങളിത് പറഞ്ഞു, കാമാ മുണ്ടിയിട്ടില്ല. സക്കരിയ വന്ന് മറുപടി അറിഞ്ഞു, വീണ്ടും ഞങ്ങൾ മറുപടി അറിഞ്ഞു. ഇപ്പൊ അടിയാനെ കാണണേ ഇല്ല, ഇപ്പൊ മൂപ്പരെ കാണുന്നില്ല. ഇപ്പൊ എന്താ? ഹജ്ജ് സല്ലി വിപുലീകരിക്കാൻ പോയതാ. നോക്കൂ നിങ്ങൾ, ഇവരുടെയൊക്കെ നീതിബോധം. ISM-നെ പിരിച്ചുവിടാൻ കാരണം പറഞ്ഞാൽ എന്തായിരുന്നു? അൽമനാർ ഹജ്ജ് സെല്ല് ഉണ്ടാക്കിയെന്ന്. ഇപ്പോഴോ ഇസ്ലാഹി ഹജ്ജ് സെല്ല്. ആർദാ കൂട്ടര ഇസ്ലാഹി ഹജ്ജ് സെല്ല്? KNM-ന്റെ ഹജ്ജ് സെല്ലിന് പാര വെക്കാൻ വേണ്ടിയിട്ട് ഇസ്ലാഹി ഹജ്ജ് സെല്ല് ഉണ്ടാക്കി. ഏതായാലും ഞങ്ങളെ ഹജ്ജ് സെല്ലിൽ ഹജ്ജിന് പോരുന്നോ നിങ്ങളെ കൂട്ടത്ത് പോരൂലല്ലോ. എന്നാ ഇസ്ലാഹി ഹജ്ജ് സെല്ല് ഉണ്ടാക്കിയിട്ട് ആരാ KNM-ന്റെ ഹജ്ജ് സെല്ലിന് പാരച്ചത്? സക്കരിയ. എന്തെങ്കിലും ഒരു അക്ഷരം പറഞ്ഞോ? ISM-നെ പിരിച്ചുവിട്ടതിനൊരു കാരണം അതായിരുന്നു. എന്നിട്ടോ സക്കരിയ കൊടുത്ത ലെറ്ററാണിത്. ഇവിടെ വായിച്ചറിയാം. ആരാത്? ഡോക്ടർ KK സക്കരിയ സലാഹി. പിന്നെ ബഹുമാനപ്പെട്ട KJU പ്രസിഡന്റ്, സെക്രട്ടറിമാരുടെയും ഭാരവാഹികളുടെയും അറിവിലേക്കായി ഡോക്ടർ KK സക്കരിയ സലാഹി എഴുതുന്നത്. അസ്സലാമു അലൈക്കും. കടവത്തൂരിലുള്ള എൻ്റെ ലൈബ്രറിയിൽ വെച്ച് ഞാനൊരു ദൗറ കടവത്തൂരിലുള്ള എൻ്റെ ലൈബ്രറിയിൽ വെച്ച് ഞാനൊരു ദൗറ സംഘടിപ്പിച്ചതിനെക്കുറിച്ച് KNM സംസ്ഥാന കമ്മിറ്റിയിൽ ചിലർ ആക്ഷേപം ഉന്നയിക്കുകയും തുടർന്ന് ജനാബ് അബ്ദുറഹ്മാൻ സലഫിയെ എന്നോട് സംസാരിക്കാൻ ചുമതലപ്പെടുത്തുകയും
അദ്ദേഹം ഞാനുമായി സംസാരിക്കുകയും ഉണ്ടായി. കേന്നം യോഗത്തിൽ ഉന്നയിക്കപ്പെട്ട സംശയങ്ങൾ ദൂരീകരിക്കുകയും അതെല്ലാം തെറ്റിദ്ധാരണകളാണെന്ന് സലഫിയോട് ഞാൻ വിശദീകരിച്ചു കൊടുക്കുകയും ചെയ്തു. അദ്ദേഹം കേന്നം യോഗത്തിൽ അതിന്റെ റിപ്പോർട്ട് നൽകുകയും ചെയ്തു. അക്കാര്യങ്ങളുടെ ഒരു സംക്ഷിപ്തം KJ മുമ്പാകെ അറിയിക്കാനാണ് ഈ എഴുത്ത്. കേന്നമിനും കോപ്പി കൊടുക്കുന്നുണ്ട്. ഈ കോപ്പി അങ്ങക്ക് തന്നോന്നല്ല കേട്ടോ, ഇതെങ്ങനെ കിട്ടിയതെന്ന് കരിയും കൊടുന്നെന്നാന്ന് വിശ്വസിച്ചോളൂ നിങ്ങൾ. ഇത് മുജാഹിദ് സെന്ററിലെ ഫയലിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയതാണ്. നിങ്ങളല്ലോ ആലോചിച്ചോളൂ. വർഷങ്ങൾക്ക് മുമ്പ് കേട്ടോളൂ, വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ UAE സന്ദർശിച്ചപ്പോൾ ഷാർജ ഇസ്ലാഹി സെന്റർ ഭാരവാഹി മുഖേന ഒരു ഷെയ്ഖുമായി പരിചയപ്പെട്ടു. പിന്നീട് എന്നെ പരിചയപ്പെടുത്തിയ മലയാളിയോട് അദ്ദേഹത്തിന് ദഅ്വ രംഗത്ത് എന്ത് സപ്പോർട്ടാണ് വേണ്ടത് എന്ന് ചോദിക്കാൻ ഷെയ്ഖ് ഏൽപ്പിക്കുകയും തദടിസ്ഥാനത്തിൽ ഒരു റിസർച്ച് ലൈബ്രറി സ്ഥാപിക്കണമെന്ന ആഗ്രഹം അറിയിക്കുകയും ചെയ്തു. ഷെയ്ഖ് അക്കാര്യം ഏൽക്കുകയും ലൈബ്രറി കെട്ടിടം സ്ഥലം വാങ്ങാനും സഹായം നൽകുകയും ചെയ്തു. കണ്ടോ, ദഅ്വ രംഗത്ത് എന്താ സപ്പോർട്ട് വേണ്ടത് എന്നാണ് ചോദിച്ചത്. ദഅ്വ രംഗത്ത് സപ്പോർട്ട് കിട്ടിയ മൂപ്പരെന്ത് ചെയ്തു? സ്വന്തം സ്ഥലം വില നിശ്ചയിച്ച് വിൽപ്പന നടത്തി സ്വന്തം പേരിൽ രജിസ്റ്റർ ചെയ്ത് സ്വന്തം ബിൽഡിംഗ് എടുത്തു. സ്വന്തം ഇഷ്ടപ്രകാരം ദൗറ എടുത്തു. കേന്നം പോയിട്ട് ഒരു ബന്ധുവില്ല. ഹുസൈൻ മടവൂരിന്റെ പേരിലല്ലേ മർക്കസു ദഅ്വ രജിസ്റ്റർ ചെയ്തത്? പറഞ്ഞു പോയത് മറന്നോ നിങ്ങൾ? എന്നാതാ സാക്ഷാൽ KK സക്കരിയ ദഅ്വത്തിന് കിട്ടിയ ഫണ്ട് ഉപയോഗിച്ചിട്ട് സ്വന്തം പേരിൽ ഇതൊക്കെ തിരിമറിയൊക്കെ നടത്തി കാട്ടിക്കൂട്ടിയാണ്. ഇത് നമ്മൾ പറഞ്ഞപ്പോൾ മൂപ്പര് ശോഭിക്കുക. അവന്റെ വാപ്പാൻ്റെന്നൊക്കെ ചോദിക്കുന്നുണ്ട് പ്രസംഗത്തിൽ. സക്കരിയ കേട്ടോ ചോദിക്കുന്നത്. ആരാ പറഞ്ഞത്? ദഅ്വത്ത് രംഗത്താണോ കിട്ടിയെന്ന് നോക്കിയാട്ടെ. എന്നിട്ട് പറയാ ദേവാത്തുവ കൊണ്ട് സ്വന്തം പേരിൽ സ്ഥലം വാങ്ങും ബിൽഡിംഗ് ഉണ്ടാക്കുകയും ചെയ്തില്ലേ, അതിന്റെ ഇസ്ലാമിക വിധി എന്താണ്? ദേവാ ഫണ്ട് എന്ന് ആര് പറഞ്ഞു? ഈ കള്ളന്മാര് നുണ പറയല്ലേ? ദഅ്വ ഫണ്ട് എന്ന് ആര് പറഞ്ഞു? ഈ കള്ളന്മാര് നുണ അറിയല്ലേ? ആരാ പറഞ്ഞത്? സക്കരിയ സലായി എഴുതിയ കത്തിലാണുള്ളത്. ആരാ പറഞ്ഞു വെച്ചാ സാക്ഷാൽ സക്കരിയ സലായി. അതോ നിങ്ങളെ കോലത്തിൽ വേറെ ആരെങ്കിലും എഴുതി കൊടുത്തോ? ചിലപ്പോ അങ്ങനെ സംഭവിക്കാം. കാരണം നിങ്ങൾ വീട്ടിലില്ലാത്ത സമയത്ത് നിങ്ങളെ കോലത്തിൽ വന്നിട്ട് പെണ്ണുങ്ങളോട് ഒരു ലെറ്റർ പേഡ് എടുത്താടി എന്നൊക്കെ പറഞ്ഞിട്ട് ലെറ്റർ എഴുതിയങ്ങാണ്ട് കൊടുത്തോ? ആരാ പറഞ്ഞത്? സക്കരിയ പറഞ്ഞത്. ദഅ്വ രംഗത്ത് കിട്ടിയ ഫണ്ട് ഇതാ വര്. ഇതൊക്കെ നാട്ടുകാർ ചോദിച്ചാല് കരീം പറഞ്ഞു കൊടുക്കണം. ഞങ്ങൾക്കിത് കരീനൊന്നും പറഞ്ഞതല്ല. അപ്പൊ സക്കരിയ സലായിക്ക് ഇമ്മാതിരി തട്ടിപ്പൊക്കെ ഉണ്ട് എന്ന് ചെയ്താൻ പറഞ്ഞതൊന്നും വേണ്ട. അത് നാട്ടുകാർക്കൊക്കെ അറിയാം. അങ്ങനെ പല തട്ടിപ്പുണ്ട്. ഇതാ വസ്തുത. ഇനി ഇതിൽ റൌഫ് മൗലവിയെ വലിച്ചിഴക്കാറുണ്ട് വര്. കട്ടുകേൾവി. റൌഫ് മൗലവി ഞങ്ങളൊപ്പാണ് എന്ന്. നിങ്ങളുടെ നേതാവ് ഖത്തറിലെ നേതാവില്ലേന്ന്. റൌഫ് മൗലവിക്ക് എന്താ പറയാനുള്ളത് കേട്ടോളൂ. ഖുർആൻ ജിന്നുകളെ പറ്റി നല്ലോണം പഠിപ്പിച്ചെന്ന്. എന്നിട്ട് പറഞ്ഞ 2 കൂട്ടരുണ്ടായാലും നല്ലവരുണ്ട് ചീത്ത ആൾക്കാരുണ്ട്. ഈ നല്ലവരായ മുസ്ലിങ്ങൾക്ക് വല്ല സഹായം ചെയ്യുന്ന ഒരു രേഖയില്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 23 കൊല്ലക്കാല ജീവിതത്തിൽ എന്തെന്ത് പ്രയാസങ്ങളും യുദ്ധങ്ങളും ഒക്കെ ഉണ്ടായി. ഒരു സ്ഥലത്ത് ഒരു നിമിഷം ഒരു ചെറിയ സഹായം പോലും ഒരു ജിന്നും നബിക്ക് ചെയ്തതായിട്ട് കാണാൻ കഴിയില്ല. നബിന്റെ ജിന്നുകളുടെ നേതാവാ നബി. ജിന്നുകൾക്ക് അയക്കപ്പെട്ട പ്രവാചകനാ. ഈ പ്രവാചകന്റെ നിലനിൽക്കൽ അവർക്ക് കൂടി ആവശ്യം. എന്നിട്ട് പോലും ജിന്നുകളിലെ വിശ്വാസികളായ ജിന്നുകൾ വിശ്വാസികളായ സഹാബികൾക്കോ വിശ്വാസികളായ നേതാവായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കോ ഒരു സഹായവും ചെയ്തതായി ഒരു രേഖയും ഖുർആനോ ഹദീസോ പറഞ്ഞില്ല. ചെയ്ത സഹായം മലക്കുകൾ ചെയ്തെന്നേ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ സഹായിക്കുന്നു പറഞ്ഞ ജിന്നുകള് അതാരാ? ജിന്നുകളെ കൂട്ടത്തിലെ കുരുത്തം കെട്ടവര്. ഓലെ പേര് ശൈത്താൻ എന്നാ ഖുർആൻ പറഞ്ഞത്. അതെന്താ? ഇന്ന ശയാത്തീനല്ല യൂഹൂനില ഉലിയായും പിശാചുക്കൾ അവർ മിത്രങ്ങൾക്ക് വഹി പറഞ്ഞു കൊടുക്കും ലിയുജാദിലൂക്കും നിങ്ങളോട് കള്ളത്തരം തർക്കിക്കാൻ. അല്ലല്ലാത്തവരെ വിളിച്ചു തേടണമെന്നും പ്രാർത്ഥിക്കണമെന്നും പറയുന്ന ആളുകൾ എന്തെല്ലാം പുതിയ പുതിയ ന്യായങ്ങളാ കൊണ്ടുവരാറെന്നറിയോ? അതെവിടുന്ന് കിട്ടുന്നതാ? അവരെ പിന്നാലെ നടക്കുന്ന പിശാചുക്കൾ ഈ ആയത്ത് വ്യാഖ്യാനിച്ചോ ഈ ഹദീസ് വ്യാഖ്യാനിച്ചോ ഈ കഥ പറഞ്ഞു കൊടുത്തോ ഇത് തെറ്റിദ്ധരിപ്പിക്കുന്നതാ. മനസ്സിലായില്ല? ജിന്നുകളിലെ കുരുത്തം കെട്ടവരായ പിശാചുക്കളായ ജിന്നുകൾ അവരുടെ മിത്രങ്ങളായ ആളുകൾക്ക് പലതും പറയാൻ തോന്നിപ്പിക്കും എന്ന് ഖുർആനിലുണ്ട്. കട്ട് കേൾക്കാൻ ശ്രമിക്കുമെന്നും ഇപ്പോൾ അതിന് സാധ്യതയില്ല എന്നും ഖുർആനും പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അപ്പുറം ജിന്നുകളെ കൂട്ടത്തിൽ ഭയങ്കര ഡോക്ടർമാരുണ്ടെന്നോ ഓല് വൈദ്യം പഠിച്ചവരുണ്ടെന്നോ ഓല് പച്ചമരുന്നും കുപ്പിമരുന്നും ഏറ്റുപേരത്തേക്ക് വരുന്നോ ഒരു രേഖ എവിടെയില്ല. അതുകൊണ്ട് തന്നെ അതുമില്ല. ശ്രദ്ധിച്ചില്ലേ? അങ്ങനെ കട്ടുകേട്ട് ഒരു ജിന്നും ആർക്കും ഒന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല. മുസ്ലിം ജിന്നുകൾ നബിക്ക് പറഞ്ഞു കൊടുത്തോ? ഇനി തിരിച്ചു നോക്കുക നിങ്ങൾ. ഷെയ്ത്താൻ മോശക്കാരനായ ജിന്ന് അബൂജാലിന് പറഞ്ഞു കൊടുത്തോ? പ്രവാചകൻ ഹിജ്റ പോവുക. ഹിജ്റ പോണ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിരിപ്പിൽ കിടത്തിയത് ആരെയാണ്? അലി റളിയല്ലാഹു അൻഹുവിനെ. ഖുറൈശികൾ
വീട് വളഞ്ഞിക്കുക, ഇവിടെ ഉണ്ട് നബി, കൊല്ലണം എന്ന് വിചാരിച്ച്. എന്നാലും ഒരു കരിയും പോയി, ഒരു ശൈത്താൻ പോയിട്ട്, എടാ അബൂജാലെ മണ്ട, സക്കരിയൊക്കെ ആണെങ്കിൽ ആ സ്വഭാവമുള്ള ജിന്നൊക്കെ ആണെങ്കിൽ പൊട്ട എന്നൊക്കെ വിളിക്കും. എടാ എന്തിനാ ഇവിടെ കാത്തു തീർക്കണ്? അലിയാണ് ആ കിടക്കണത്. ആ ഇറങ്ങിപ്പോയി മുഹമ്മദ് പറഞ്ഞു കൊടുത്തണോ? ഒന്ന് ആരാന്റെ ആലയില് പണയം വെക്കാതെ ഒന്ന് ആലോചിച്ചോളൂ, ബുദ്ധി എടുത്തോളൂ. ബുദ്ധി ഉപയോഗിക്കരുത് എന്നാ പറഞ്ഞത്. ബുദ്ധിയൊക്കെ ജിദ്ദയിൽ വെച്ച് പോന്നോളേണ്ടി എന്നാ സക്കരിയാന്റെ ഉപദേശം. ഇസ്ലാമിൽ ബുദ്ധിക്കൊരു സ്ഥാനമില്ല. ഇനി നോക്ക്, അബൂജഹല് അവിടെ സൗർ ഗുഹയിൽ ഒളിച്ചിരിക്കുക, പ്രവാചകനും അബൂബക്കർ സിദ്ദീഖും. അവർ ഒളിച്ചിരിക്കുന്നിടത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹും ഒളിച്ചിരിക്കുന്നിടത്ത് ശത്രുക്കൾ വന്ന് പാടിയോക്കി പോയി. അവിടെ ആരും ഉണ്ടാവില്ല, അവർ പോയി. എന്നാ അവിടെ ശൈത്താൻ വന്നോ? ഒരു കരീന്, അബൂജഹലിന് കരീനുണ്ടാവുമല്ലോ, ആ കരീം വന്നിട്ട് പറഞ്ഞു കൊടുത്താ, ഉണ്ടടാ കേറി പിടിക്ക്, എവിടുക്കാ ഓടുന്നത് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? എവിടെങ്കിലും തെളിയിക്കാൻ സാധിക്കുമോ? സാധ്യമല്ല, അങ്ങനെ ഒരു സംഭവമേ ഇല്ല.